വെൽക്കം ടു ഡേ 2 ഓഫ് ബാലി സീരീസ്. ഞങ്ങളിപ്പോൾ ദേ നുസാ പെനീഡയിലേക്ക് പോവാണ്. ഞങ്ങൾ മോർണിംഗ് 5:30 എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ നുസാ പെനീഡയിലേക്ക് ഞങ്ങൾക്ക് ഈ ഓറഞ്ച് ടാഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് ടാഗ് ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഫെറി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി അറിയത്തില്ല സീ സിക്നെസ് ഒക്കെ ഉണ്ടാവുമോ, മോഷൻ സിക്നെസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ കാണിക്കാം. അനഘ, സ്നേഹ, റസയൊക്കെ ഫ്രണ്ടിലുണ്ട്. മീനു ഇവിടെയുണ്ട്. കുറേ ആൾക്കാരുണ്ട്. മീൻസ് ഒരു വലിയ ഫെറിക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും ഓറഞ്ച് കളർ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുമിച്ച് പോകുന്നു. എന്താണ് പറയാനുള്ളത്? ആർ യു എക്സൈറ്റഡ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ സ്നോർക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖവും മുടിയൊക്കെ പോവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നുസാ പെനീഡയിൽ പോകുമ്പോൾ നമുക്ക് നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ട്. ബട്ട് ഹോപ്പ് എല്ലാം നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോവാണ്. അതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇന്നലെ സ്റ്റോറി ഇട്ടു. അപ്പോൾ ഒരാൾ കിടന്നുറങ്ങി. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന മുതലുള്ള സ്റ്റോറി രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ഒരു ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേരാണ് അനഘ പ്രജീഷ് മൊട്ടച്ചി. ഇവിടെ നോക്കൂ. ഹായ്. ആണോ? ഓക്കെ. വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഹൗസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ബാലി ടിൽ നൗ? അതിപ്പോ പൈസ മുടക്കി ട്രിപ്പ് വരുമ്പോ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. നീ കൊറേ റീല് കണ്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ വൺ ഡേ ട്രിപ്പിന് പോകുന്നുള്ളൂ എന്ന്. ബാക്കി എല്ലാവരും എന്നുവെച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഈസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്നോർക്ലിംഗ് സെലക്ട് ആക്കിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ട്രീ ഹൗസ് നമുക്ക് കാണാൻ പറ്റില്ല. അതാണൊരു പ്രശ്നം. ബോർഡിംഗ് പാസ് എടുത്തു ഗൈസ്. ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം താഴത്തേക്ക് പോവാ. ഇനി ഞങ്ങൾ ഫെറി കയറാനായിട്ടാണ് പോകുന്നത്. അവരൊക്കെ കുറച്ച് ഫ്രണ്ടിലാണ് പോകുന്നത്. കാണുന്നുണ്ടോ? സ്നേഹയും റസയും എല്ലാം പോകുന്നത്. ഇതാണ് നുസാ പെനീഡ പോർട്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്? പക്ഷെ ഇവിടെ ചുറ്റും കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടുത്തെ ബ്ലൂ വാട്ടർ കട ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഫെറി കയറി. ഇതിനകത്ത് കുറേ പേരുണ്ട്. ആണെങ്കിൽ ഇപ്പോഴും സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിനി എത്ര സമയം എടുത്താൽ നുസാ പെനീഡയിൽ എത്താമെന്ന് അറിയത്തില്ല. ഇപ്പോൾ സമയം 7:45. അപ്പോൾ 40 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ഞങ്ങൾ അവിടെ എത്തുന്നത്. ഭയങ്കരമായിട്ട് ഉറങ്ങി. ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നുസാ പെനീഡയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളൊരു ഐലൻഡിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഗൈഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബോട്ട് എടുത്തിട്ടുണ്ട്. ഇനി എവിടേക്കാണ് കൊണ്ടുപോകണേ, എന്താ ചെയ്യണേന്നും ദൈവത്തിന് അറിയത്തില്ല. ബ്ലൂ വെള്ളം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നല്ല രസമുണ്ട്. ഹായ്. കാണാനാണ് ഏറ്റവും ഭംഗി. എനിക്കറിയത്തില്ല ഞാൻ ഇരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന്. അവിടെ ഒരു ഗുഹ പോലെ, അവിടെ ഒരു ഗുഹ കാണുന്നുണ്ടോ? ആൾക്കാര് ചാടാൻ തുടങ്ങി. ഓ അതെ, സ്റ്റാർ ഫിഷ് ഇവരൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒഴുകി നടക്കുന്നു. നമുക്ക് നീന്താൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ചെയ്യാന്നാണ് ഓർക്കുന്നത്. ഇതൊക്കെ വരാത്ത
സ്നോർക്കൽ ചെയ്തു, പക്ഷെ ഈ പൊട്ടച്ച ഇറങ്ങിയില്ല. ഒലി മുങ്ങിപ്പോയി. ഈ ഒരു ജാക്കറ്റ് ഒരു ഇത് പറഞ്ഞ് കയറി വന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനഘ അവിടെ ഒരുങ്ങിയിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഓളി എക്സ്പീരിയൻസ്? ആഹാ, മരിച്ചില്ല, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. താങ്ക് യു. യെസ്. അടുത്തത് ഉഗു, വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. റിസ 2 തവണ ഇറങ്ങി. മീനു ഞാനും 3 തവണയാണ് ഇറങ്ങിയത്. 4ാമത്തെ തവണ കൊണ്ട് ഛർദ്ദിച്ചു. ഗൈസ്, ഞങ്ങളിപ്പോൾ ക്ലിങ് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ മറ്റേ ഫോണിൽ ചാർജ് തീർന്നു. എനിക്കറിയത്തില്ല എന്തോരം ക്ലിപ്സ് എടുക്കാൻ പറ്റുമെന്ന്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഫ്രൈഡ് ന്യൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ടയേർഡാണ്. ഇനി ഞങ്ങളത് കഴിഞ്ഞിട്ട് ക്ലിങ് ബീച്ചിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഇന്നലെ ഞങ്ങൾക്ക് ഒരു വ്ളോഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അത്രയും തിരക്കായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഡേ 3 ഇൻ ബാലിയാണ്. നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? നമ്മളെന്നാ ബാലി സ്വിങ്ങിലേക്ക്, കിൻറ്റാമിനി അങ്ങനെ എങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും പിന്നെ ഒരു വാട്ടർഫോളും കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ റെഡിയായി, ഉറക്കമൊന്നും ഒട്ടുമില്ല. ഇനി റെഡി ആയി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ബാലി സ്വിങ്ങിലേക്ക് പോകും. ഇന്ന് ഐ ഹോപ്പ് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള എല്ലാ കാഴ്ചകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ വീണ്ടും മലയാളം പാട്ട് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാലി സ്വിങ് പോവാണ്. ഇന്ന് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബാലി സ്വിങ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഒരു 1.5 hours ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നിനക്ക് എന്താ ഇഷ്ടപ്പെട്ട? നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട? എനിക്കെല്ലാം ഇഷ്ടമായി, എല്ലാം നല്ലായിരുന്നു. സ്നേഹ, റിസ? ഓക്കെ, എനിക്കിഷ്ടമായത് എനിക്ക് ചോക്കോസ് ഏറ്റവും ഇഷ്ടമായത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഏറ്റവും ഇഷ്ടമായി. ഞാനത് മൊത്തം കഴിച്ചു. സോ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ. ഇന്ന് എല്ലാവരും ഓൾമോസ്റ്റ് സെയിം പോലെയൊക്കെയാണ്. എല്ലാവരും വൈറ്റിഷ് ഉണ്ട്. അനഘ പച്ചയില് ക്രീം ആൻഡ് സ്നേഹ റെഡ് ആണ്. അപ്പോ ഇവിടെ ബാലി സ്വിങ്ങിൻ്റെ അവിടെ എത്തി. ഇവിടെ വരുന്ന ആ ഒരു റൂട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു ഗ്രാമം പോലെയാണ് ഈ ഫുൾ റൂട്ട്. പക്ഷേ ഫുൾ ടെമ്പിൾ സ്ട്രക്ചറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഗൈഡായിരിക്കും കൊണ്ടുപോകുന്നത്. Is it crowded now? Not too much. Not too much. Hello, welcome to Bali Swing. Yeah, this will come in our log. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എഴുതി കൊടുക്കണം. ഇതാണ് ഡ്രസ്സ്. ഇതിനകത്ത് ഒരു ഡ്രസ്സിന് 250K ആണ് പ്രൈസ് വരുന്നത്. ഞങ്ങളാരും ഡ്രസ്സ് എടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്. സോ വി ഹോപ്പ് ഞങ്ങൾക്ക് എല്ലാം സെറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളിവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെയ്യണം. ഇവിടെ പല ടൈപ്സ് ഓഫ് സ്വിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്വിങ്ങിനും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഓരോ സ്വിങ്ങിൻ്റെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ You pick it here, but this here, and then from the sky bed until all of that side, yeah? Okay, okay. So can we start from here? Yes, this just one thing here, just follow the line here. Yeah, sure. പക്ഷെ അധികം സീനാണ്. എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ ഓരോ പോസസ് പറയും. അത് ചെയ്തില്ലെങ്കിൽ കുറച്ച് വഴക്കൊക്കെ പറയും. ഞങ്ങളിവിടെ ഓരോ സ്വിങ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വലിയ പ്രത്യേകതയൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടെ കുറേ പേര് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്താണ് വന്നത്. എൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പല ടൈപ്സ് ഓഫ് സ്വിങ്സ് ഉണ്ട്. നമുക്ക് 9 സ്വിങ്സ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടെ സ്വിങ് എല്ലാം കഴിഞ്ഞ് ഇവിടെ അടുത്ത പരിപാടിക്ക് പോവാണ്. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് ആ വാട്ടർഫാളിൻ്റെ അങ്ങോട്ട് കാണാനാണ് പോകുന്നതെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു റിസ? ഏതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏത്? നെസ്റ്റാ? ബോട്ടാണോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഓക്കെ. ഉഗുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് ലാസ്റ്റ് വൺ സ്വിങ്. ഒലി? റൊമാൻറ്റിക് സ്വിങ് വിത്ത് പ്രജീഷ്. വാവ്, പ്രജീഷിന് ഏതാ ഇഷ്ടപ്പെട്ടെ? അതും മുട്ടയിടുന്നു. പ്രജീഷിന് മുട്ടയുള്ള പിക്ക് ഞാൻ കാണിച്ചു തരാം. മീനു, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? വാവ്, ഓക്കെ.
കണ്ടോ, അത് ഭയങ്കര മുകളിൽ പോകും ഗൈസ്. അതിനെന്തോ അഡ്രിനാലിൻ സ്വിംഗ് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പാക്കേജിൽ അത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതും രസമുണ്ട്. ഈ ഫ്രെയിം കൊള്ളാം. നമുക്ക് ഗ്രൂപ്പ് പിക്ചർ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിം, പക്ഷെ ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. അനഘ ആരെയോ കൊല്ലാനാണോ അതോ സ്വയം ചാവാനാണോ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അനഘ ബാലിസം കഴിഞ്ഞ് അതിൻ്റെ ഡിപ്രഷനിൽ കയറുമായി പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ 1 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ ഓരോ ഐക്കോണിക് പ്ലേസിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലൊക്കെ തന്നെ. അല്ലാതെ വലിയ വൈബൊന്നും ഈ സ്വിങ്ങിനില്ല. നമ്മുടെ നാട്ടിൽ ഊഞ്ഞാലൊക്കെ ആടുന്ന പോലെ. ഗൈസ് മീന് മാലാഖയാവാണ്, പക്ഷെ കൊല്ലുന്ന മാലാഖയാണ് ആവുന്നത്. ഇവിടെ 200,000 എന്ന് വെച്ചാൽ നാട്ടിൽ 1000 കൊടുത്ത എല്ലാ ഫോട്ടോസും അവർ തന്നെ എടുത്തു തരായിരുന്നു. ഞങ്ങൾ ഇത്ര നേരം കിടന്ന എല്ലാ ഫോട്ടോസ് എടുത്തിട്ട് ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നുള്ള ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കുകയാണ്. ഞങ്ങളിവിടെ ഫോട്ടോസിന് വേണ്ടി 1,00,000 IDR ആണ് യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മുടെ നാട്ടിലത്തെ 5000 രൂപ. പക്ഷെ അത് 5 പേർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും മുഖു മാത്രമാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്നുള്ളൂ. ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേരാണ് കിന്താമണി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റാണ് മെയിൻ എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് ഞങ്ങൾ സ്വിങ്ങിൽ പോയിട്ട് കുറേ പിക്ചേഴ്സൊക്കെ കിട്ടി. അതൊക്കെ രസമുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ വ്ളോഗിൻ്റെ അവസാനം കുറച്ച് ഗ്രൂപ്പ് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഇന്നലെ ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അത്രയും ടയറിങ് ആയിരുന്നു. ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നുസാ പെനീഡ എന്ന് പറഞ്ഞ സ്ഥലം കാണുമ്പോൾ രസമുണ്ട്, പക്ഷെ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോയി ഭയങ്കര ടയറിങ് ആണ്. റോഡ് ഭയങ്കര ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും അവിടെ ഇപ്പോൾ വെച്ചാൽ അതൊരു ഐലൻഡ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ ഉടുപ്പി പോയ സെൻറ്റ് മേരീസ് ഐലൻഡ് പോലെ അത്രയും ഡെവലപ്ഡ് അല്ല അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബോട്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ എന്നാലും റോഡൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ശോകം, നടുവൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമാണ്. ആക്ച്വലി ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു വ്ളോഗ് കാണുന്നവർ ബാലി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡോണ്ട് ഗോ ടു നുസാ പെനീഡ എന്ന് വെച്ചാൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നുസാ പെനീഡ പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഓക്കെ. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എൻറ്റർ ട്രിപ്പിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളെല്ലാവരും ടയേർഡാണ്, പക്ഷെ എന്നാലും പൈസ കൊടുത്തോണ്ട് നമ്മളെല്ലായിടത്തും പോകണം, ഇത് ചെയ്യണം. സ്നോർക്കലിംഗും ലാസ്റ്റ് ഡേക്ക് വെക്കാനാണ് സാധാരണ എപ്പോഴും ഒരു ലാസ്റ്റ് ഡേക്ക് വെക്കാറുള്ളത്. അതെ, എപ്പോഴും നമ്മുടെ കേസിൽ എന്താണെന്ന് അറിയത്തില്ല, സെക്കൻഡ് ഡേ വന്നു പോയി. പക്ഷെ സ്നോർക്കലിംഗ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിപ്പോൾ നമ്മളെ ഒക്കെ ചാടിക്കോ ആ ഒരു ഇതാ. അപ്പോൾ നമ്മളും എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കിടന്ന് കാണിക്കും. സ്നേഹം ഇറങ്ങിയില്ല അങ്ങനെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇവിടുത്തെ ഫുഡ് എന്ന് പറയേണ്ടത് നമുക്കൊട്ടും പിടിക്കത്തില്ല. ഈ ചിക്കനിൽ പീനട്ട് സോസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം, നാസി ഗോരേൻ, മീ ഗോരേൻ, അങ്ങനത്തെ ചിക്കൻ സാറ്റേ പീനട്ട് സോസിൽ കവർ ചെയ്ത ചിക്കൻ സ്കീവേഴ്സ് ആണ്. അത് പീനട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാനതെടുത്ത് മാറ്റി ടിഷ്യൂല് പൊതിഞ്ഞ് വയ്ക്കുക ചെയ്തത്. പിന്നെ ഇവിടെ ഞങ്ങൾ അതിന് ശേഷം ഏഞ്ചൽ സംതിങ്, എന്താണ് അതിൻ്റെ പേര്, ഏഞ്ചൽ ബിലാബോങ്. പിന്നെ വേറെ ഒരെണ്ണത്തങ്ങനെ പോയി. ഒരെണ്ണം ഞങ്ങൾക്ക് മിസ്സായി, ബ്രോക്കൺ ബീച്ച്. ഞങ്ങൾ ഓടി ബോട്ടിൽ കയറി ലാസ്റ്റ് ബോട്ട് പിടിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ബബിൾ ടീ കുടിക്കാൻ പോയി. ബബിൾ ടീ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നൈറ്റ് ഷോപ്പിങ്ങിനൊക്കെ പോവുക ചെയ്തെന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു ഇന്നലെ അത് പറഞ്ഞ് ചെയ്യാനേ പറ്റുള്ളൂ. വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് ഞങ്ങൾ സ്വിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി അവിടെ പോയിട്ട് വാട്ടർഫോൾസ് കണ്ട് ഇന്നും ഷോപ്പിങ്ങിന് പോകാനാണ് പ്ലാൻ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ബാലി വൈബ് ഓരോ സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ മിക്കവാറും സ്കൂട്ടറിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഓഫ് 6 ആയതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. വ്ളോഗൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് 1.04K സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്നേഹയുടെ ഔട്ട്ഫിറ്റ് എവിടെ നിന്നാണ്? എൻ്റെ ഔട്ട്ഫിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു സ്റ്റോറിയിൽ നിന്നാണ്. സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞത്. എല്ലാവരും ഇട്ടേക്കുന്ന ഒരു ഇതാണ് ഈ സാധനം, ഫ്ലവർ ക്ലിപ്പ്. ഇതിവിടെ സുവനീറായിട്ട് വെച്ചിട്ടുണ്ട്.
എന്നുവെച്ചാൽ ഇതെന്താ സ്മെല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. Yeah. എല്ലാവരും ഇവിടുത്തെ വെച്ചിട്ടുണ്ട്. എസ്തെറ്റിക് എല്ലാവരും വെച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ആയ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും ഇൻസ്റ്റ പോസ്റ്റ് എല്ലാവരും ഈ സൈഡിലൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വെക്കുമ്പോൾ കണ്ണാപ്പിയാവും. അതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഉഗു ഇവിടെയാണ് വെച്ചേക്കണത്. ഉഗു എല്ലാത്തിനും കൊച്ചിയിൽ നിന്ന്, എന്ന് വെച്ചാൽ കൊച്ചി ഗുഡ്വെല്ലിൽ നിന്ന് എല്ലാത്തിനും മാച്ചിങ് ആക്സസറീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് ഇല്ലുമിനാറ്റി എന്ന് വിചാരിക്കരുത്, സ്വിങ്ങിന്റെ ഗ്രൂപ്പിന് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാമ്പാണ് കേട്ടോ. പാസ് ആണ് ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്തത്. വേറെ ഒന്നും അല്ല, ഫോട്ടോസിൽ കണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ കിന്താമണി വന്നേക്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഇത് ഇൻഡോനേഷ്യൻ ഫുഡ്സ് ആണ്. ഇൻഡോനേഷ്യൻ ഫുഡ് ആണെങ്കിൽ 145,000 ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതൊക്കെ നോക്കി ചെയ്യാണ്. ഞാനിത് വാങ്ങിക്കാമെന്ന് ഓർക്കണത്, കണ്ടിട്ട് രസമുണ്ട്. കോൺ സൂപ്പ് ഉണ്ട്, മീറ്റ് ബോൾസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഫുഡും ഉണ്ട്. അവിടെ നല്ല കോടയാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഞങ്ങൾക്ക് ഒരു പാത്രം ഫുഡ് മൊത്തം എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. ഇതിവിടെ അൺലിമിറ്റഡ് ബൊഫേ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഫുഡ് കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ ഇൻഡോനേഷ്യൻ ഫുഡെന്ന് ഇതിനെ പറയുന്നെങ്കിൽ കൊള്ളാം. ഞങ്ങൾ ഇത്രയും ദിവസം കഴിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ടോഫു ഉണ്ട്, മീറ്റ് ബോൾസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള സ്നേഹിക്കെല്ലാം അറിയായിരിക്കും. ഫ്രൈഡ് മഷ്റൂം ഉണ്ട്, സ്പ്രിംഗ് റോൾ ഉണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ച നാസി ഗൊറങ്ങും മീ ഗൊറങ്ങും ഉണ്ട്. എന്നാലും സ്ക്യൂവേഴ്സിന് ഇവിടെ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളു. കോക്കനട്ടിൻ്റെ സ്ക്യൂവേഴ്സും ഉണ്ട്, സോയാ സോസിൽ ഡിപ്പ് ചെയ്ത സ്ക്യൂവേഴ്സും ഉണ്ട്. സോ അത് ഞങ്ങൾ ഇന്നലെ കഴിച്ച പീനട്ട് സോസ് സ്ക്യൂവേഴ്സിനെക്കാളും വളരെ യെസ് ഇനി ഞാൻ കഴിച്ചോട്ടെ. ഗൈസ്, ഞങ്ങൾക്ക് കിന്താമണി വരുന്നതിന് മുന്നേ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ വ്യൂ എങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര സിമിലർ ടു മൂന്നാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ലല്ലോ. മീൻസ് ഇവിടെ ഫുള്ള് ഇപ്പോൾ കോടയാണ്, നല്ല തണുപ്പുണ്ട്. എന്നുവെച്ചാൽ ബാലിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വേറൊരു വേർഷൻ. എനിക്കതൊരു ബാലിയിൽ ഓരോരോ എന്നുവെച്ചാൽ വലിയൊരു പ്ലേസ് ആയതുകൊണ്ട് ഓരോരോ സൈഡ് ഓരോരോ വൈബാന്ന് തോന്നുന്നു. സോ ഇതേ കണ്ടോ, ഇത്രയും കോടയുണ്ട് ഇവിടെ. എനിക്ക് തോന്നി കോട കാരണം നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്കറിയാം നോ വൺ വിൽ ആസ്ക്, ബട്ട് എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കൊള്ളാടെ, ഇത് ആക്ച്വലി കാണാൻ പറ്റുമായിരുന്നു. നമ്മളിവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കോടയൊക്കെ കണ്ടിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗൈസ്, ഞങ്ങളപ്പോൾ ഇത് ബാലിയിലെ ഗ്രാമങ്ങളിലൂടെ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന് ചേട്ടൻ മലയാളം പാട്ട് കേൾക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് സൈഡ് വ്യൂ. അവിടെ നിങ്ങൾക്കൊരു മൗണ്ടൻ കാണുന്നുണ്ടോ? അതാണ് ഞങ്ങൾ കാണാൻ വന്നത്. ഞങ്ങളിവിടെ ഒരു വാട്ടർഫാൾ കാണാൻ വന്നേക്കാം. എനിക്കറിയില്ല അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നല്ല ഡ്രസ്സസ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സ്ട്രീറ്റ് പോലെ നല്ല ഷോപ്പിംഗ് ഏരിയാസും ഉണ്ട്. ഇവിടെ ജെലാറ്റോയും ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ജെലാറ്റോയ്ക്ക് 2 സ്കൂപ്പിന് ഐ ഡോണ്ട് നോ എത്രയാണെന്ന്. ഇവിടുത്തെ കോക്കനട്ട്സ് ഉണ്ടോ, എന്ത് വലുതാന്നറിയോ? നമ്മുടെ നാട്ടിലത്തെ കരിക്കൊക്കെ ഭയങ്കര വലുതാ. ഇവിടെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ നന്നായിട്ട് ഭാഗ്യം ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവരനുസരിച്ച് മിക്കവരും ഓസ്ട്രേലിയൻസ് ഒക്കെ വരുന്നുണ്ട്. അവരൊന്നും ഒരുപാട് ബാർഗെയിൻ ചെയ്യത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര ഹൈ പ്രൈസിലായിരിക്കും വെച്ചേക്കെന്നൊക്കെയാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് വാട്ടർഫോള്. അതിന് തൊട്ടടുത്ത് ഒരു നല്ല കഫേ ഉണ്ട്. അപ്പോൾ ഞങ്ങളോടത്ത് ആ കഫേയിലേക്ക് പോകാം. ആ കഫേയിലേക്ക് പോകണമെങ്കിൽ കുറേ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് കഫേ. ഞങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും വഴിയില്ല. ബട്ട് നല്ല രസമുണ്ട് ആ കഫേ കാണാൻ. അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഓമ. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. രണ്ടുപേരും വർത്തമാനം പറഞ്ഞാൽ സ്റ്റെപ്പ് എപ്പോൾ കയറി വന്നു ഒരു ഐഡിയ ഇല്ല. ഞങ്ങളെല്ലാവരും ചത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അയ്യോ വയ്യ.
ഗൈസ് നമ്മളിപ്പോൾ നടന്ന് വിശന്ന് വലഞ്ഞ് ഇവിടെ കോക്കനട്ട് കുടിക്കാൻ വേണ്ടി വില പേശി 4 കോക്കനട്ട് 100,000 റുപ്പീസിന് വാങ്ങിച്ചത് വെയിറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ചലഞ്ച് വെക്കാൻ പോവാണ്. ഈ കോക്കനട്ട് വേഗം കുടിച്ചു തീർക്കണം എല്ലാവരും കൂടെയും കൂടിയിട്ട്. ഇത് വേറെന്തോ പോലെയാ. എങ്ങനെ എടുക്കും? കിട്ടുന്നുണ്ടോ? ഒരെണ്ണം എല്ലാരും കുടിക്കാൻ നോക്കുന്നത്. ഗൈസ് ഇത് ചാലഞ്ച് അല്ല, ആക്ച്വലി പൈസ ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ 4 കോക്കനട്ട് വാങ്ങിച്ചു. 4 എണ്ണം വാങ്ങിച്ച് 25 രൂപയ്ക്ക് ഓരോന്ന് വീതം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇത് കുടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ഓലീസ് അല്ലേ? അന്ന് ലിപ്സ്റ്റിക് ഇല്ലാത്തത് എന്റെ വാട്ടർ പ്രൂഫ് ആണ് ഗൈസ്. കണ്ടോ, എന്റെ സ്റ്റോയില് ലിപ്സ്റ്റിക് ആവില്ല. മെബിലൈൻ. പക്ഷെ മെബിലൈയുടെ മാക്സ് ട്രൈ യൂസ് ചെയ്ത മീൻസ് ഞാൻ ഇടുന്നത് യൂസ് ചെയ്ത് പോകത്തില്ലെന്ന് തോന്നുന്നു. ഗൈസ് തീരാറായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതോടെ പറയടാ. പയ്യെ പോണേടാ, കുറച്ച് ഇവിടെ പയ്യെ പോണേടാ. ഞാനൊന്ന് എത്തത്തെ. ഞാൻ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിക്കട്ടോടാ.